ചിങ്ങം രാശിയുടെ പ്രധാന ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന അത്തം നക്ഷത്രക്കാർക്ക് 2026 വർഷം ശുഭകരമായ ഒട്ടനവധി മാറ്റങ്ങളും അനുകൂല സാഹചര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമായ ബുധന്റെ നക്ഷത്രമായ അത്തം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വാഭാവികമായ വാക്ചാതുര്യവും വിശകലന ശേഷിയും നൽകുന്നു. 2026 ഈ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കാനും വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും സാമൂഹിക ഇടപെടലുകളിലും വലിയ മുന്നേറ്റങ്ങൾ നടത്താനും അത്തം നക്ഷത്രക്കാർക്ക് സാധിക്കും. ഇത് അവരുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും ഭാഗ്യാനുഭവങ്ങളും കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും. 2026 വർഷം അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച വളർച്ചയ്ക്ക് കളമൊരുക്കും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ നിർണായകമായ സ്ഥാനങ്ങളിലെത്താൻ സാധിക്കും. സ്ഥാനക്കയറ്റങ്ങൾ, ശമ്പള വർധനവ് അല്ലെങ്കിൽ ആകർഷകമായ പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും സംഘാടന മികവും ഈ വർഷം പ്രശംസിക്കപ്പെടും. പുതിയ പ്രോജക്ടുകളുടെ നേതൃത്വം ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും. സ്വന്തമായി ബിസിനസ് നടത്തുന്ന അത്തം നക്ഷത്രക്കാർക്ക് ലാഭത്തിൽ കാര്യമായ വർധനവ് പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാനും വിപണിയിലെ പുതിയ സാധ്യതകൾ തിരിച്ചറിഞ്ഞത് മുതലാക്കാനും സാധിക്കും. വിശ്വസ്തരായ പങ്കാളികളെ കണ്ടെത്താനും സംയുക്ത സംരംഭങ്ങളിലൂടെ ലാഭം വർദ്ധിപ്പിക്കാനും ഈ വർഷം അനുകൂലമാണ്. വിദേശ ബന്ധങ്ങളിലൂടെ ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും. വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടിയെന്നും വരാം. അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കും. പ്രത്യേകിച്ച് ദീർഘകാല നിക്ഷേപങ്ങൾ ഈ വർഷം നല്ല ഫലങ്ങൾ കാണും. നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കുകയും സാമ്പത്തികപരമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനും കഴിയും. സാമ്പത്തിക ആസൂത്രണത്തിന് ഇതൊരു ഉത്തമ സമയമാണ്. അത്തം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ബന്ധങ്ങളിലും 2026 വർഷം സന്തോഷവും സമാധാനവും ഐക്യവും നിറയ്ക്കും. കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ടവരുമായുമുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകും. നിലവിലുള്ള ചെറിയ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനും സ്നേഹബന്ധം ശക്തിപ്പെടുത്താനും സാധിക്കും. കുടുംബത്തിൽ സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ഊഷ്മളമായ അന്തരീക്ഷം നിലനിൽക്കും. വിവാഹം ആഗ്രഹിക്കുന്ന അവിവാഹിതരായ അത്തം നക്ഷത്രക്കാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ഇത് കുടുംബത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും. കുട്ടികൾ ഉള്ളവർക്ക് അവരുടെ പഠനത്തിലോ മറ്റു കഴിവുകളിലോ മികച്ച പുരോഗതി കണ്ട് അഭിമാനിക്കാനും അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും അവസരമുണ്ടാകും. പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഗൃഹപ്രവേശം നടത്താനോ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കും. ഇത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ധ്യാനം, യോഗ, പ്രാർത്ഥന, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആന്തരിക സന്തുലിതാവസ്ഥയും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും. ഇത് ജീവിതത്തിന് പുതിയ അർത്ഥവും ദിശാബോധവും നൽകും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അവ പൊതുവെ ഗുണകരവും ഫലപ്രദവുമായിരിക്കും. തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും. വിനോദയാത്രകൾക്ക് പദ്ധതിയിടുന്നവർക്ക് സന്തോഷകരവും പുത്തൻ ഉണർവ് നൽകുന്നതുമായ അനുഭവങ്ങൾ ഉണ്ടാകും. വിദേശ യാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും അവസരം ലഭിക്കും. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. ദീർഘകാലമായി അലട്ടിയേറുന്ന ചെറിയ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മാനസികമായി കൂടുതൽ ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരും ആയിരിക്കും. നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരാൻ ഈ വർഷം നിങ്ങൾക്ക് പ്രചോദനം നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഉയർന്ന മാർക്ക് നേടാനും പ്രോജക്ടുകൾ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. പുതിയ കഴിവുകൾ നേടാനും അറിവ് വർദ്ധിപ്പിക്കാനും ഈ വർഷം അനുകൂലമാണ്. സാമൂഹികമായ ഇടപെടലുകൾ വർദ്ധിക്കും. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യതയും ബഹുമാനവും വർദ്ധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കും. അത്തം നക്ഷത്രക്കാർക്ക് 2026 വർഷം ഒരുപാട് നല്ല അവസരങ്ങളും നേട്ടങ്ങളും സമ്മാനിക്കുന്ന ഒരു സുവർണ കാലഘട്ടമായിരിക്കും. ഈ വർഷം ലഭിക്കുന്ന അനുകൂലമായ ഊർജത്തെയും സാഹചര്യങ്ങളെയും വിവേകത്തോടും ആസൂത്രണത്തോടും കൂടി ഉപയോഗപ്പെടുത്തിയാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിളങ്ങാനും ആഗ്രഹിച്ച വിജയങ്ങൾ നേടാനും സാധിക്കും. കഠിനാധ്വാനവും നല്ല ചിന്തകളും ഈ വർഷം നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീ വിഷ്ണുമായ